IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിരാശപ്പെടുത്തുന്നത് തുടരുകയാണ്. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിനോട് 8 വിക്കറ്റിന് തോൽവിയാണ് CSKക്ക് നേരിടേണ്ടി വന്നത്. അതും സ്വന്തം തട്ടകത്തിലാണെന്നത് എടുത്തു പറയേണ്ടത്. 8 മത്സരത്തിൽ നിന്ന് 5ാം തോൽവിയാണ് CSK വഴങ്ങിയത്. ഈ സീസണിൽ ഇതുവരെ 3 മത്സരങ്ങൾ മാത്രമാണ് CSK ജയിച്ചത്. ടീം വീണ്ടും തോൽവി നേരിട്ടതോടെ സഞ്ജു സാംസണിന്റെ പ്രകടനവും ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. സഞ്ജു സാംസൺ ബാറ്റിംഗിൽ തിളങ്ങുന്ന മത്സരം മാത്രമാണ് CSKക്ക് ജയിക്കാൻ സാധിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. CSK ഇത്തവണ ജയിച്ച 3 മത്സരത്തിലും ടോപ്പ് സ്കോറർ സഞ്ജു ആയിരുന്നു. സഞ്ജു 2 സെഞ്ചുറികളും ഒരു 42 റൺസ് പ്രകടനം നടത്തിയ മത്സരങ്ങളിൽ CSK ജയിച്ചു. എന്നാൽ സഞ്ജു ഫ്ലോപ്പായ ഒരു മത്സരം പോലും CSKക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഗുജറാത്തിനെതിരെ സഞ്ജുവിന് കാര്യമായ പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല. 15 പന്തിൽ 11 റൺസെടുത്താണ് സഞ്ജു പുറത്തായത്. സഞ്ജു വീണതോടെ CSKയുടെ സ്കോർ 158-ൽ ഒതുങ്ങുകയും ടീം തോൽവി നേരിടുകയും ചെയ്തു. ഋതുരാജ് ഗെയ്ക്വാദ് മാത്രമാണ് CSK നിരയിൽ തിളങ്ങിയത്. ടീമിന്റെ സാഹചര്യം നോക്കുമ്പോൾ ഭേദപ്പെട്ട പ്രകടനമാണ് ഋതുരാജ് നടത്തിയത്. 60 പന്തിൽ 74 റൺസാണ് ഋതുരാജ് നേടിയത്. 6 4-ഉം 4 6-ഉം ഉൾപ്പെടെ ഋതുരാജ് പുറത്താവാതെ നിന്നു. പക്ഷേ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ഈ പ്രകടനം കൊണ്ട് സാധിച്ചില്ലെന്ന് തന്നെ പറയാം. ഒരു വശത്ത് വിക്കറ്റ് വീണപ്പോൾ പിടിച്ചു നിന്ന് പൊരുതിയ ഋതുരാജ് 158 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് CSK എത്തിച്ചു. ആദ്യത്തെ 37 പന്തിൽ ഋതുരാജ് നന്നായി പ്രയാസപ്പെട്ടു. 20 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. തുടർച്ചയായി വിക്കറ്റ് വീണ സാഹചര്യത്തിൽ പ്രതിരോധിച്ച് കളിക്കേണ്ടത് ഋതുരാജിനെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു. താളം കണ്ടെത്തിയ ശേഷം ഫോമിലേക്ക് എത്തിയ ഋതുരാജ് ആക്രമണത്തിലേക്ക് ഗിയർ മാറ്റി. പിന്നീടുള്ള 23 പന്തിൽ നിന്ന് 54 റൺസാണ് ചെന്നൈ നായകൻ നേടിയത്. 234.7 സ്ട്രൈക്കിലായിരുന്നു ഋതുരാജ് കത്തിക്കയറിയത്. ഒരു ഘട്ടത്തിൽ CSK 100 പോലും കടക്കില്ലെന്ന് തോന്നിച്ചെടുത്തു നിന്ന് നായകൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് പൊരുതാൻ ഋതുരാജിന് സാധിച്ചു. ഈ സീസണിൽ ഋതുരാജ് നേടുന്ന ആദ്യ അർദ്ധ സെഞ്ചുറിയാണിത്. ഏറ്റവും നിർണായകമായ സമയത്ത് ആ 50 പ്രകടനം ഉണ്ടായിരുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 22 റൺസ് എടുത്ത ശിവൻ ദുബെയാണ് CSKയുടെ രണ്ടാമത്തെ ടോപ്പ് സ്കോറർ. CSKയുടെ തട്ടകത്തിലെ മറ്റു പരീക്ഷണങ്ങളെല്ലാം പാളിയെന്നാണ് എടുത്തു പറയേണ്ടത്. CSK സഞ്ജുവിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നിരയായതിൽ വലിയ വിമർശനം വരികയാണ്. പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. ഗുജറാത്തിനെതിരെ സർഫറാസ് ഖാനെ ഇമ്പാക്ട് പ്ലെയറാക്കി ഇറക്കിയ ഫ്ലെമിങ്ങിന്റെ തീരുമാനം പാളുകയായിരുന്നു. ബാറ്റിംഗിൽ കരുത്തു പകരാൻ ഫ്ലെമിംഗ് എടുത്ത തീരുമാനം പാളുന്നതാണ് ഗുജറാത്തിനെതിരെ കാണാനായത്. CSKയുടെ യുവതാരങ്ങളൊന്നും പ്രതീക്ഷ നിലവാരം കാട്ടുന്നില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. ഉർവിൽ പട്ടേലിൽ വലിയ പ്രതീക്ഷ ടീമിനും ആരാധകർക്കും ഉണ്ടായിരുന്നെങ്കിലും അതിന് തുയരാൻ ഉർവിലിന് സാധിച്ചില്ല. സർഫറാസ് ഖാൻ, ഡെവാൾഡ് ബ്രഫീസ്, ശിവൻ ദുബെ, കാർത്തിക് ശർമ്മ എന്നിവർക്കൊന്നും കാര്യമായ പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. ഗുജറാത്തിനെതിരെ സഞ്ജു ഫ്ലോപ്പായതോടെ പിന്നാലെ എത്തുന്ന താരങ്ങളെല്ലാം സമ്മർദ്ദത്തിലാകുന്നതും പ്രകടനം മോശമാകുന്നതാണ് കാണാനായത്. CSKയെ ജയിപ്പിക്കാൻ ഇത് മതിയാവുമായിരുന്നില്ല. നിലവിൽ സഞ്ജുവിനെ അമിതമായി ആശ്രയിക്കുന്ന നിരയാണ് CSK എന്നത് നിസ്സംശയം പറയാം. ഇത് മാറ്റാതെ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ ടീമിന് സാധിക്കുകയില്ല.